വെൽക്കം ടു ഇവാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണക്കത്തേങ്ങ കൊണ്ട് ഒരു അടിപൊളി ഈസി ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഉണക്കത്തേങ്ങ എടുത്തിട്ട് അത് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതളവിൽ വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ നല്ല ഫൈനായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് 5 മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് ഇത് ചേർക്കാൻ വേണ്ടി. ആ ഇൻഗ്രീഡിയൻസ് പുളി, കുരുമുളക്, ചെറിയുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പിലയാണ്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളിയും ഇട്ട് കൊടുക്കാം. ഇത് പുളിയുടെ വെള്ളം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ആ ചെറിയുള്ളിയും ആ ഇഞ്ചിയും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ അരിഞ്ഞാകട്ടോ ഇടുന്നത്. ഇത് നമുക്ക് കളർ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ആ ഉണക്ക തേങ്ങ ഗ്രേറ്റ് ചെയ്തത് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ആവുന്നിടം വരെ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം. ഇതേപോലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ മാറി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ മാറി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇവിടം തൊട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. ഇനി അതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അതൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ആവുന്നിടം വരെ. ഇതൊരു ഒത്തിരി നേരം ചെയ്യേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഹിംഗ് അഥവാ കായം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പതഞ്ജലിയുടെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു മിക്സർ എടുത്ത് അതിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കേണ്ട സമയമാണ്. ഉപ്പ് അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം നിങ്ങൾ 2 പ്രാവശ്യമാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ബ്ലെൻഡ് ചെയ്യേണ്ട ആദ്യം ലെഫ്റ്റിലോട്ടൊന്നും പിന്നെ റൈറ്റിലോട്ടും അത്രയും ചെയ്താൽ മതി. അത് ചെയ്യുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ കറക്റ്റ് അളവിന് കറക്റ്റ് പരുവത്തിന് ചമ്മന്തിപ്പൊടി കിട്ടും. നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.